ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന്റെ കണ്ടിന്യൂസ് ആണ്. കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പിന്നെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ബാക്കി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. ഓക്കെ, നമ്മൾ വിൻഡോ സൈസ് കാണുന്ന പ്രോബ്ലം വരെ എടുത്തിരുന്നു. ഇനി നമുക്ക് പിന്നെ വേറൊരു സൈഡിങ് വിൻഡോന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ വിൻഡോ സൈസിൽ നിന്ന് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ യൂസസ് എ പാക്കറ്റ് ഓഫ് സൈസ് 1000 bits. If total buffer size is 8000 bits, what is the window size? നമുക്ക് വിൻഡോ സൈസ് കാണാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, വിൻഡോ സൈസ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നോക്കാം. 6, 8, 10, 12 ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ നമ്മൾ പി എസ് സി എക്സ്പെക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ അതായത് നോക്കുക എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിൻഡോ സൈസ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബഫർ സൈസിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബഫർ സൈസിനെ നമുക്ക് പാക്കറ്റ് സൈസിനോട് ഡിവൈഡ് ചെയ്താൽ മതി. ബഫർ സൈസിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? പാക്കറ്റ് സൈസിനോട് ഡിവൈഡ് ചെയ്താൽ മതി. സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ അറിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആണ്. ഓക്കെ, 8000 ഡിവൈഡഡ് ബൈ 10,000 ഇത് മാത്രമേ ഉള്ളൂ. 8 നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് കെ ബിയിലും എം ബിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിറ്റ് മാറ്റുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു? ബഫർ സൈസ് ഡിവൈഡഡ് ബൈ പാക്കറ്റ് സൈസ്. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും? ചിലപ്പോൾ പാക്കറ്റ് സൈസ് കാണാൻ തരും. ഇത് മൂന്നും നമുക്ക് കാണാൻ നോക്കാം പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അറിയാം. അപ്പൊ നമ്മളെല്ലാം കൊണ്ടുപോയിട്ട് ഡിവൈഡ് ചെയ്യലല്ല. അപ്പൊ ചിലപ്പോൾ നമ്മളോട് പാക്കറ്റ് സൈസ് കാണാൻ പറയാണ്. പാക്കറ്റ് സൈസ് കാണാണെങ്കിൽ നമ്മളോട് ബഫർ സൈസ് കാണാൻ പറയാണ്. വാട്ട് ഇസ് ബഫർ സൈസ് എന്ന് പറയുമ്പോൾ വിൻഡോ സൈസ് ഇൻറ്റു പാക്കറ്റ് സൈസ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം ഈ 3 കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? 8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ അതാണ് നമ്മളെ എന്താണ് വിൻഡോ സൈസ് ഈക്വൽ ടു ബഫർ സൈസ് ബൈ പാക്കറ്റ് സൈസ്. ഇതേമാതിരി സിമ്പിൾ ആയിട്ട് ഒരു കെ ബിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഒരു സെയിം ആണ്. ഓക്കെ, നമ്മളോട് എന്താണ് വാട്ട് ഇസ് സ്ലൈഡിംഗ് വിൻഡോ സൈസ് എന്ന് ചോദിച്ചാലും നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ബഫർ സൈസ് ഡിവൈഡഡ് ബൈ പാക്കറ്റ് സൈസ് തന്നെയാണ്. 16 നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് 1 KB ആണ്. അപ്പൊ അതുപോലെ തന്നെ 16 KB ഡിവൈഡഡ് ബൈ 1 KB. ഓക്കെ, 1 KB. അപ്പോൾ KB കട്ട് ചെയ്ത് ബാക്കി എത്രയാണ്? 16 ആണുള്ളത്. ഓക്കെ, 16 ആണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത് സ്ലൈഡിംഗ് വിൻഡോ സൈസ്. ഇത് നമുക്ക് കെ ബിയിലും എം ബിയിലേക്കൊക്കെ തന്നാൽ നിങ്ങൾക്ക് മാറ്റാൻ അറിയണം. കെ ബിയിലേക്കും എം ബിയിലേക്കൊക്കെ തന്നു വിചാരിച്ചാൽ മാറ്റാൻ അറിയണം. ഓക്കെ, അപ്പം അത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ അങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഒക്കെ ചേഞ്ച് ചെയ്യാൻ നമ്മളോട് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെയാണ് തരുന്നതെങ്കിലോ ഇവിടെ നമുക്ക് പിന്നെ വെറും കെ ബി മാത്രമാണ് തരുന്നത്. കെ ബി ആണ് തരുന്നതെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു 2 KB ഇവിടെ നമുക്ക് എന്ത് തന്നു? ഇവിടെ നമുക്ക് ഇതിൽ തന്നു, ബൈറ്റ്സിലൊക്കെ തന്നാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാനൊക്കെ നമുക്ക് പറ്റാം. ഓക്കെ, അപ്പൊ ഇവിടെ യൂണിറ്റ് ഇല്ല, ചിലപ്പോൾ ഇവിടെ യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റ് ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഡിസഡ്വാൻറ്റേജ് ഓഫ് സർക്യൂട്ട് സ്വിച്ചിങ്? അപ്പോൾ പാക്കറ്റ് സ്വിച്ചിങ്, മെസ്സേജ് സ്വിച്ചിങ് ആൻഡ് സർക്യൂട്ട് സ്വിച്ചിങ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സർക്യൂട്ട് സ്വിച്ചിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിച്ചത്, എന്താണെന്നുള്ളതാണ്. ഓക്കെ, കമ്പയർ ടു പാക്കറ്റ് സ്വിച്ചിങ്. അപ്പൊ നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ നോക്കാം, സെറ്റപ്പ് ടൈം ആണ് നമ്മളെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ 3 ടൈപ്പ് സ്വിച്ചിങ് ആണുള്ളത്. നമുക്ക് മെസ്സേജ് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി പിന്നെ ഇത് ഡാറ്റ ലിങ്ക് ലെയറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളെ സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത് പിന്നെ ഫിസിക്കൽ ലെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാക്കറ്റ് സ്വിച്ചിങ് നെറ്റ്വർക്ക് ലെയറിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? പാക്കറ്റ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ എന്താണ്? ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏത് ഫോമിലാണ്? നമ്മുടെ ഇതില് കോയാക്സിയൽ കേബിളൊക്കെ ആണ് അതിന്റെ എക്സാമ്പിൾ. നമ്മളെ ടെലിഫോൺ നെറ്റ്വർക്കിലൊക്കെ, അതായത് ഡാറ്റ ഇലക്ട്രിസിറ്റി ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. പിന്നെ മെസ്സേജ് സ്വിച്ചിങ് കംപ്ലീറ്റ് മെസ്സേജ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പിന്നെ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്താണ്. അപ്പൊ പാക്കറ്റ് സ്വിച്ചിങ് നമുക്ക് 2 ആക്കി
ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്താണ് നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് എന്താണ് നമ്മളെ പിന്നെ വെർച്വൽ ആണ്, മറ്റേത് ഡാറ്റ അപ്രോച്ച് ആണ്. അപ്പൊ ഈ വെർച്വൽ അപ്രോച്ചും ആ രണ്ട് അപ്രോച്ചും ഓർത്ത് വെക്കണം. അതിൽ വെർച്വൽ ഇമേജിനറി പാത്ത് ആണ്, മറ്റേത് ഡെഡിക്കേറ്റഡ് പാത്ത് ഇല്ല. ഓക്കെ, അത് പിന്നെ എങ്ങനെയാണുള്ളത്, ഒന്ന് കണക്ഷൻലെസ് ആണ്. അതായത് വെർച്വൽ എന്ന് പറയുന്നത് കണക്ഷൻലെസ് ആണ്. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കട്ടോ. ഞാൻ അതിൽ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, ആ പോയിന്റ്സ് ഓർത്ത് വെക്കണം. അപ്പൊ ഇവിടെ വരുന്നത് നമ്മുടെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഓഫ് ടൈം ആണ്, സോറി സെറ്റപ്പ് ടൈം ആണ്. സെറ്റപ്പ് ടൈം കൂടുതലാണ് ഏതില്, നമ്മുടെ സർക്യൂട്ട് സ്വിച്ചിങ്ങിൽ സെറ്റപ്പ് ടൈം കൂടുതലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്യൂട്ട് സ്വിച്ചിങ്ങിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോക്കുക നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് നല്ലോണം നിങ്ങൾ നോക്കാം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്വിച്ചിങ് മെത്തേഡ് is the entire message transmitted in a single unit of network? ഏതാണ് മെസ്സേജ് സ്വിച്ചിങ് ആണ്, മെസ്സേജ് സ്വിച്ചിങ് ആണ്. സെൽ സ്വിച്ചിങ് ആണ് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, അപ്പൊ ഏതാണ് മെസ്സേജ് സ്വിച്ചിങ് ആണ്. ഇതെന്താണ് സർക്യൂട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ത്രൂ എന്താണ് നമ്മുടെ കോയാക്സിയൽ കേബിളിലൂടെയാണ്, ഒരു ഫിസിക്കൽ മീഡിയത്തിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ടെലിഫോൺ ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. ടെലിഫോൺ ആണ്. ഇവിടെ കംപ്ലീറ്റ് അല്ല പാസ് ചെയ്യുന്നത്, ഇവിടെ കംപ്ലീറ്റ് മെസ്സേജ് പാസ് ചെയ്യുന്നത്. കംപ്ലീറ്റ് മെസ്സേജ് പാസ് ചെയ്യുന്നത് ഇവിടെ പാക്കറ്റ് ഫോമിലാണ് പാസ് ചെയ്യുന്നത്. എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ മെസ്സേജ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ എൻ്റയർ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യും. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ പാക്കറ്റ് സ്വിച്ചിങ്? പാക്കറ്റ് സ്വിച്ചിങ്ങിൽ ട്രൂ ആയത് ഏതാണെന്നുള്ളത്, പാത്ത് സെറ്റപ്പ് ഈസ് റിക്വയർഡ് ബിഫോർ ഡാറ്റ ട്രാൻസ്ഫർ. Okay, then data is transmitted in fixed length cells. Okay, then all packets follow same path. Is that true? Each of the following statement is true for packet switching. It does not require a dedicated communication path. ഞാൻ പറഞ്ഞു എന്തില്ല, ഒന്നിൽ വെർച്വൽ പാത്ത്, ഒന്നിൽ പാത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ പാത്ത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. പിന്നെ ഓക്കെ, അതായത് ഡാറ്റാഗ്രാമും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെർച്വലും ഉണ്ട്. ഓക്കെ, വെർച്വൽ പാക്കറ്റ് സ്വിച്ചിങ്ങും ഉണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഈ രണ്ടെണ്ണത്തിലും ഡാറ്റാഗ്രാം പാക്കറ്റ് സ്വിച്ചിങ് ആൻഡ് നമ്മുടെ വെർച്വൽ പാക്കറ്റ് സ്വിച്ചിങ് ഈ രണ്ട് ടൈപ്പ് ഓഫ് സ്വിച്ചിങ് ഉണ്ട്. അപ്പം ഡാറ്റാഗ്രാം എന്ന് പറഞ്ഞാൽ കണക്ഷൻ ലെസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ മാറ്റമുണ്ടോ, ഇതിലോ കണക്ഷൻ ലെസ് ആണ്. ഡാറ്റാഗ്രാം എന്ന് പറഞ്ഞാൽ കണക്ഷൻ ലെസ് ആണ്. ഇത് കണക്ഷൻ ഓറിയന്റഡ് ആണ്. വ്യത്യാസം മനസ്സിലാക്കണേ, കണക്ഷൻ ഓറിയന്റഡ് ആണ്. ദെൻ നോക്കാം, ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെഡിക്കേറ്റഡ് പാത്തിന്റെ ആവശ്യമില്ല. അവിടെ നമുക്ക് പാത്തിന്റെ ആവശ്യമില്ല, നമ്മൾ ഡെഡിക്കേറ്റഡ് പാത്താണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് ഈ ഒരു ഇമേജിനറി പാത്താണുള്ളത്. അതായത് വെർച്വൽ പാത്താണുള്ളത്, ആക്ച്വൽ പാത്തില്ല, ഇമേജിനറി പാത്താണുള്ളത്. ഓക്കെ, ഇമേജിനറി പാത്താണുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക, ഇമേജിനറി പാത്താണുള്ളത് എന്നുള്ളത്. അപ്പൊ ഇവിടെ പാക്കറ്റ്സ് മേ ഫോളോ ദ ഡിഫറെന്റ് റൗട്ടിങ്. ഇവിടെ എന്താണ്, ഡിഫറെന്റ് റൗട്ടിങ്ങിലാണ് പാക്കറ്റ് ഫോളോ എന്നാണ് പറയുന്നത്. ഡിഫറെന്റ്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താ, റൗട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് ലെങ്ത് സെല്ലും സെയിം പാത്ത് ഫോളോ ചെയ്യണം പറയുന്നത് തെറ്റാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ എന്താ, നമ്മൾ രണ്ടിലും എന്താണ്, ഇതിൽ ഇമേജിനറി പാത്താണത്, അത് പാത്ത് ഫോളോ ചെയ്യണം എന്നുള്ളത് എന്താണ്, പിന്നെ ഒരു പ്രീഡിഫൈഡ് പാത്താണ്. ഇപ്പൊ ഇമേജിന് ആക്ച്വലി പാത്തില്ല അവിടെ. അപ്പൊ അതും എന്താണ്, നമുക്ക് അപ്പൊ പാത്തിനെ നമുക്ക് അവിടെ പറയാം, സെയിം പാത്ത് എന്ന് പറയാൻ പറ്റില്ല. പാത്ത് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഡസ് നോട്ട് റിക്വയർ എ ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഡസ് നോട്ട് റിക്വയർ എ ഡെഡിക്കേറ്റഡ് കമ്മ്യൂണിക്കേഷൻ പാത്ത്. ഓക്കെ, അതാണ് നമ്മുടെ ഇത് വരുന്നത്. എന്താ പിന്നെ ട്രാൻസ്മിറ്റഡ് ഫിക്സഡ് ലെങ്ത്, എന്താ പറയുന്നത്, ഫോളോ പാക്കറ്റ് സെറ്റപ്പ് റിക്വയർഡ് ബിഫോർ പാക്കറ്റ് സെറ്റപ്പ് ഈസ് റിക്വയർഡ് ബിഫോർ ഡാറ്റ ട്രാൻസ്ഫർ. അതും തെറ്റാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ പാക്കറ്റ് സ്വിച്ചിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ വേറെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഇതിൽ ഓർഡറിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഓർഡർ ഇല്ല. ഓക്കെ, ഓർഡർ ഇല്ല. ഡിഫറെന്റ് ഇതിലെന്താണ്,
ഓർഡർ കറക്റ്റ് ആയിരിക്കും. എന്താണ്, അതായത് പാക്കറ്റ് ഓർഡർ ചെയ്യുന്നത് ഒന്നിന് എന്തായിരുന്നു, ഒരു പാക്കറ്റ് കഴിഞ്ഞിട്ട് അടുത്ത പാക്കറ്റ് എന്നുള്ള ആ ഒരു ഓർഡറിലായിരിക്കും. ഇവിടെ ഓർഡറിൽ ഇവിടെ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ ഹായ് എന്ന് പറയുന്ന മെസ്സേജ് എനിക്ക് അയക്കുകയാണ്, ഞാൻ ഇത് പല പാക്കറ്റ് ആണെന്ന് വിചാരിക്കാം. അത് ചിലപ്പോൾ ആദ്യം ഓർഡർ പോകുന്നത് ആദ്യത്തെ ഐ ആയിരിക്കും, പിന്നെ എച്ച് ആയിരിക്കും, അങ്ങനെ ആയിരിക്കും പോകുന്നത്, പിന്നെ എ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഓർഡറിലായിരിക്കില്ല ഇത് ഡാറ്റാഗ്രാമിൽ പോകുന്നത്. പക്ഷെ ഇമേജ് നമ്മളെ വെർച്വലിൽ പോകുന്നത് ഓർഡറിലായിരിക്കും. ഓക്കെ, ആദ്യം ആദ്യം പോകുന്നത് ഇതാണ്, 1 സെക്കൻഡ് തേർഡ് ഈ പാക്കറ്റ് ആണ് ഈ ഓർഡർ ഫോളോ ചെയ്യും. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. Then, which statement is true? No, discuss it, right? Then the IEEE 802.3 ഏതാണെന്ന് ചോദിച്ചത് നമ്മളോട്. സ്റ്റാൻഡേർഡ് സ്പെസിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് 3.3. അപ്പോൾ നമുക്ക് ഏതാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണോ, ഇന്റർനെറ്റ് ആണോ, ബ്ലൂടൂത്ത് ആണോ, ഫൈബർ ഒപ്റ്റിക് ആണോ? അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഇന്റർനെറ്റ് ആണ്. ഓക്കെ, ഇന്റർനെറ്റ് ആണ്, ഇന്റർനെറ്റിന്റെ ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. IEEE വൈഫൈന്റെ എന്താണ്, ബ്ലൂടൂത്ത് 80.215 ആണ്, വൈഫൈ 80.211 ആണ്. ഇത് 80.213 ഏതാണ് നോക്കണം, ഫൈബർ ഒപ്റ്റിക്സ് ജസ്റ്റ് നോക്കണം ഏതാണെന്നുള്ളത്. ഇപ്പോ ഫൈബർ ഒപ്റ്റിക്സ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. 0.8 ആണ് ഫൈബർ ഒപ്റ്റിക്സ് കേട്ടോ, 802.8 ഫൈബർ ഒപ്റ്റിക്സ്. ഓക്കെ, 80.8 ആണ് ഫൈബർ ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്, ഓർത്ത് വെക്കണം. വേറെ അതേപോലെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞ നമ്പർ, ഇത് പോർട്ട് നമ്പർ അതുപോലെ തന്നെ സ്റ്റാറ്റസ് കോഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റസ് കോഡ് മേ ബി ഇതിന് 2 ക്വസ്റ്റ്യൻ, ഇതിന് 3 കൂടെ 2 ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ ഇതിന് 3 ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 14 മാർക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനത്തെ മെമ്മറി ലെവൽ ക്വസ്റ്റ്യൻ ആണ് PSC ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് IEEE സ്റ്റാൻഡേർഡ് ഈസ് യൂസ്ഡ് ഫോർ വയർലെസ് പേഴ്സണൽ ഏരിയ? അപ്പോൾ ഡിസ്കസ് ചെയ്ത് IEEE എന്താണ്, IEEE 802.11 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണെന്നുള്ള ആ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ ഓർക്കണം, നോക്കുക കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, which of the following is primary function of network layer in OSI IS model? പ്രൈമറി ഫംഗ്ഷൻ ആണ് ചോദിച്ചത്, ഏതാണെന്നുള്ളതാണ് പ്രൈമറി ഫംഗ്ഷൻ. ഓക്കെ, എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ, റൗട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ്, ഇൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ, ഡാറ്റ ഫോർമാറ്റിംഗ്. അപ്പൊ ഏറ്റവും പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്, റൗട്ടിംഗ് ആണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ്, റൗട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ് ആണ്. ബാക്കി ഓക്കെ എററൊക്കെ ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതൽ എന്താണ്, പ്രൈമറി എന്ന് പറഞ്ഞാൽ റൗട്ടിംഗ് ആണ്. പിന്നെ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പ്രസന്റേഷൻ ലെയർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പം ഓർത്ത് വെക്കുക, റൗട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ്. Then, which of the following used for address resolution in the network layer? Okay, address resolution ഏതാണ്, address resolution ARP അല്ലെ, ARP ആണ് address resolution protocol. Address resolution protocol ആണ് ARP. ARP എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അതായത് IP to MAC address, IP to MAC address ആണ്. IP ന്ന് മാക്കിലോട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ RARP ഉണ്ട്, RARP റിവേഴ്സ് അഡ്രസ് റെസൊല്യൂഷൻ പ്രോട്ടോകോൾ, നേരെ തിരിച്ച് ചെയ്യുന്നത് മാക് ടു IP. ഓർത്ത് വെക്കണം, രണ്ടും എന്താണ്, നെറ്റ്വർക്ക് ലെയറിലുള്ളതാണ്, നെറ്റ്വർക്ക് ലെയർ പ്രോട്ടോകോൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് IP അഡ്രസ്? ഏതാണെന്നുള്ളതാണ്. അപ്പോൾ IP അഡ്രസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ ലെയർ 2 പ്രോട്ടോകോൾ. IP അഡ്രസ് ലെയർ 2 പ്രോട്ടോകോൾ ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, IP അഡ്രസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ the source and destination of the network layer. Then IP address used to uniquely identify the process in the transport layer. Okay, IP address is used to identify the port number. ഏതാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ലെയർ 2 പ്രോട്ടോകോൾ അല്ല എന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്താണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. IP അഡ്രസ് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ ഇൻ ദി നെറ്റ്വർക്ക് ലെയർ. IP എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, നെറ്റ്വർക്ക് ലെയറിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടെ നോക്കിക്കുക, യൂണീക്ലി ഐഡന്റിഫൈ എ പ്രോസസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഈ തവണ HSST ചോദിച്ചിരുന്നത് എന്താ വെച്ചാൽ, ഏത് ഒരു ഡിവൈസിനെ യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ഏതാണ്, മാക് ആണോ IP ആണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഒരു ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് IP അഡ്രസ് വെച്ച് തന്നെയാണ് യുണീക്ക് ആയിട്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തത്, യുണീക്ലി ഐഡന്റിഫൈ ചെയ്യപ്പെട്ടു. അപ്പൊ നമുക്ക് ഇതിൽ ഏതോ ഒന്ന് കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ അതല്ല, ഇവിടെ ഐഡന്റിഫൈ എന്നൊക്കെ ഉള്ളത് എന്താണെന്നുള്ളത് അറിയാം. അപ്പൊ നമ്മൾ ഈ കൺഫ്യൂഷൻ വേർഡ്സ് ആണ്. അപ്പം
ഇവിടെ നമ്മൾ ട്രാൻസ്പോർട്ട് ലെയർ എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് ഏതാണ്? ഇതാണ് പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ഫംഗ്ഷൻ. ഒരു ട്രാൻസ്പോർട്ട് ലെയർ എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. നമുക്കറിയാം ഇത് ട്രാൻസ്പോർട്ട് ലെയറിലുള്ളതല്ല എന്നറിയാം. ഓക്കെ, അപ്പം ഇനി ഇവിടെ ഇത് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇവിടെ ഐ പി അഡ്രസ് യൂണിക്ലി ഐഡന്റിഫൈ പ്രോസസ് എന്നുള്ളത് ഒരു ഡിവൈസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. ഇപ്രാവശ്യത്തെ HSST ഉണ്ടായിരുന്നു. Okay, then IPv6, how many bits are allocated for the network prefix in the address? Network prefixന് വേണ്ടിയിട്ട് അത് എത്ര എന്നാണെന്നുള്ളതാണ് ചോദിച്ചത്. IPv6ലാണ് ചോദിച്ചത്. 64 ആണ് നെറ്റ്വർക്ക് പ്രിഫിക്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ IPv4ൽ ഓക്കെ എത്രയാണ്? 64 ആണ്. അഡ്രസ് എത്രയാണ്? അഡ്രസ് 128 ആണുള്ളത് അറിയാം. അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ 64ഉം ബാക്കി ഹോസ്റ്റിനും ആണ് കേട്ടോ. ഹോസ്റ്റിനും ആണ്. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കണം. IPv4ന്റെ നമ്മൾ നേരത്തെ ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കണം എത്രയാണെന്നുള്ളത്. Then which of the following is a routing protocol in network layer? റൗട്ടിംഗ് പ്രോട്ടോകോൾ ഏതാണ്? സിമ്പിൾ ആയിട്ട് അറിയാം, OSPF ആണ് അല്ലെ. OSPF ആണ്. ഞാൻ എടുത്ത് പറഞ്ഞത് എല്ലാ റൗട്ടിംഗ് പ്രോട്ടോകോളും ഞാൻ നെറ്റ്വർക്ക് ലെയർ എടുക്കുന്ന സമയത്ത് എടുത്ത് പറഞ്ഞതെന്ന് ഓർക്കണം. എന്തായാലും ചോദിക്കും. ഇതൊക്കെ FTP, SMTP, HTTP ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്താണ് OSPF ആണെന്നുള്ളത് അറിയാം. OSPF എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. Okay, routing protocol operates in the network layer and used to find the best path for data exchange. അതാണ് OSPF. OSPF ഓർത്ത് വെക്കണേ. ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഫസ്റ്റ്. ഓക്കെ, FTP ഫയൽ ട്രാൻസ്ഫർ ആണ്. SMTP സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ആപ്ലിക്കേഷൻ ലെയറിലാണ്. Then which of the following is not a function of network layer? നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷൻ അല്ലാതെ ഏതാ? പാക്കറ്റ് ഫോർവേഡിംഗ് ഉണ്ട്, പാത്ത് സെലക്ഷൻ ഉണ്ട്, റൗട്ടിംഗ് ഉണ്ട്, ഡാറ്റ കംപ്രഷൻ. ഡാറ്റ കംപ്രഷൻ ആരുടെയാണ്? ഡാറ്റ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ ലെയറിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ PSCക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഡാറ്റ കംപ്രഷൻ എന്നുള്ളത്. ഓക്കെ, ചെറിയ പ്രോബ്ലം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് പ്രോബ്ലം ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ PSCയിൽ നിങ്ങൾ ചെയ്യാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തറോ നോളജ് ആണ് PSC ചെക്ക് ചെയ്യുന്നത്. Okay, so which one of the following statement about IP fragmentation is correct? IP fragmentation is correct. IP fragmentation is handled by data link layer, transport layer, network layer. IP fragmentation not supported by IPv6. അപ്പൊ IP fragmentation എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റേഷൻ ഇതാണ്. ഇതിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ ഇതാക്കുക. അതാണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റഡ് ഇതാക്കുക. ഓക്കെ, നിങ്ങൾ ഇതിൽ പഠിച്ചിട്ടുണ്ടാവും ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇതിലൊക്കെ വേറെ സബ്ജക്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നോക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. IP fragmentation handled by network layer. എന്താണ് IP fragmentation? Occurs the network layer packets are too large for the next network's maximum transfer unit. Then packets is divided into smaller fragments. ഈ സ്മോൾ പാർട്ട് ആക്കുന്നതിനാണ് നമ്മൾ ഫ്രാഗ്മെന്റ് എന്ന് പറയുന്നത്. വലിയ പാക്കറ്റ്സിനെ നമ്മൾ സ്മോൾ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മാക്സിമം എന്താണ് ട്രാൻസ്മിഷൻ യൂണിറ്റ് ആണ് MTU. ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഫുൾ ഫോം ഒക്കെ ഓർത്ത് വെക്കണം. ഓക്കെ, അങ്ങനെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇത് ഇവിടെ ഹാൻഡിൽഡ് ബൈ നെറ്റ്വർക്ക് ലെയർ ആണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, IP ഫ്രാഗ്മെന്റേഷൻ നെറ്റ്വർക്ക് ലെയർ ആണ്. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിനെ എന്താ ചെയ്യാം? ഇതിനൊരു നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ഒരു എന്താ പറയുക, IP എന്ന് പറയുന്ന നെറ്റ്വർക്ക് ലെയറിന്റെ ആളാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ലെയർ മൂന്നാമത്തെ ഓപ്ഷനിലാണ് കൂടുതൽ ചാൻസ്. അങ്ങനെ ഒരു ഇന്റലിജന്റ് ഗസ് നടത്താൻ പറ്റും. ഓക്കെ, ദ പാക്കറ്റ്സ് ഈസ് ഡിവൈഡഡ് ഇൻ സ്മോൾ സെക്ഷൻ. നമുക്കറിയാം, മറ്റേ OS-ലൊക്കെ നിങ്ങൾ ഫ്രാഗ്മെന്റേഷൻ പഠിച്ചിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് പിന്നെ ഫ്രാഗ്മെന്റ് ചെയ്യുക, മെമ്മറിനെ ഫ്രാഗ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് IP ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. വലിയ പാക്കറ്റിനെ ചെറുതാക്കിയിട്ട് പാസ് ചെയ്യും. അടുത്തത്, which of the following is routing algorithm is distance vector based? ഡിസ്റ്റൻസ് വെക്ടർ ബേസ്ഡ് ഏതാണ്? OSPF ആണോ, BGP ആണോ, RIP ആണോ, ISIS ആണോ? ഇതൊക്കെ നമ്മൾ പിന്നെ ഈ റൗട്ടിംഗ് അൽഗോരിതംസ് ആണ്. ഇതെല്ലാം റൗട്ടിംഗ് അൽഗോരിതം ആണ്. ഇതിലെല്ലാത്തിനും നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്താണ് OSPF എന്ന് പറഞ്ഞാൽ? എന്താണ്? ലിങ്ക് സ്റ്റേറ്റ് അൽഗോരിതം ആണ് OSPF. അപ്പൊ ഇതെങ്ങനെ ആൻസർ ചെയ്യാം? നമുക്ക് എന്താണ് ബെൽമാൻ പോണ ഡിസ്റ്റൻസ് വെക്ടർ ബേസ്ഡ് ആണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ലിങ്ക് സ്റ്റേറ്റ് അൽഗോരിതം ആണ് OSPF എന്ന് പറഞ്ഞാൽ. BGP എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ ഡൊമൈൻ ഓർ എന്താണ് ഇന്റർ ഓട്ടോണോമസ് സിസ്റ്റം റൗട്ടിംഗ് പ്രോട്ടോകോൾ. ഇത് ഏതാണ്? യൂസ്ഡ് ടു റൗട്ടിംഗ് ബിറ്റ്വീൻ എന്താണ് നമ്മളെ ഓട്ടോണോമസ് സിസ്റ്റം. ISIS എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർമീഡിയറ്റ്. ഇതെന്താണ്? ഇതൊരു ലിങ്ക് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഏതാ നമുക്കുള്ള ആൻസർ ആയിട്ട്? RIP ആണ് നമുക്ക് എന്ത് വരുന്നത്?
നമ്മുടെ ഡിസ്റ്റൻസ് വെക്ടർ ബേസ്ഡ് വരുന്നത്, ഡിസ്റ്റൻസ് വെക്ടർ ബേസ്ഡ് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി മൂന്ന് എന്താണ് ഓർത്ത് വെക്കുക. ഇത് രണ്ടും ലിങ്ക് സ്റ്റേറ്റ് ആണ്. OSPF ISIS ലിങ്ക് സ്റ്റേറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് വെക്ടറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് അൽഗോരിതം ആണ്? നമ്മൾ ബെൽമാൻ ഫോർഡ് അൽഗോരിതം ആണ്. ഏതാ യൂസ് ചെയ്യുന്നത്? ബെൽമാൻ ഫോർഡ് അൽഗോരിതം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിങ്ക് സ്റ്റേറ്റിലാണെങ്കിലോ ഡിജക്സ്ട്രാസ് അൽഗോരിതം ആണ്. ഡിജക്സ്ട്രാസ് അൽഗോരിതം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇതല്ല, അത് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് അൽഗോരിതം ഈസ് യൂസ്ഡ് ബൈ RIP? RIP എന്ന് പറഞ്ഞാൽ ഏത് അൽഗോരിതം നമ്മൾ പഠിച്ചത്? RIP എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതം ആണ് പഠിച്ചത്. ഓക്കെ, അപ്പൊ അത് ഏതാ യൂസ് ചെയ്യുന്നത്? ഇതാ നമ്മൾ പറഞ്ഞു, ഡിസ്റ്റൻസ് വെക്ടർ ആണെങ്കിൽ ബെൽമാൻ ഫോർഡ് ആണ്, അല്ലെങ്കിൽ എന്താണ് ഡിജക്സ്ട്രാസ് ആണ്. ഇനി എന്താ ഡിസ്റ്റൻസ് വെക്ടറിൽ? ഓക്കെ, ലിങ്ക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ട് അല്ലെ. ഇതെന്താണ്? ബെൽമാൻ ഫോർഡ് അൽഗോരിതം ആണ് RIP യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഏത് ഡിസ്റ്റൻസ് വെക്ടർ അൽഗോരിതം യൂസ് ചെയ്യുകയാണെങ്കിലും ബെൽമാൻ ഫോർഡ് ആണ്. ദെൻ അല്ലെങ്കിൽ എന്താണ്, ലിങ്ക് സ്റ്റേറ്റ് ആണെങ്കിൽ ഏതാ യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ കണ്ട ഷോർട്ടസ്റ്റ് പാത്ത്, ഇതൊക്കെ റൗട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതംസ് നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ പഠിക്കുന്നത്. ഓക്കെ, ഡിജക്സ്ട്രാസ് അൽഗോരിതം ആണ്, അല്ലെങ്കിൽ ഇത് ലിങ്ക് സ്റ്റേറ്റിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, which of the following is key advantage of link state over distance vector? Simpler to implement, it does not require periodic updates, it is less bandwidth intensity to provide faster convergence and better scalability. ഏതാണെന്നുള്ളതാണ് ഇറ്റ് പ്രൊവൈഡ്സ്, അതായത് ലിങ്ക് സ്റ്റേറ്റ് എന്താണ്? ഫാസ്റ്റർ കൺവേർജൻസ് ആൻഡ് ബെറ്റർ സ്കേലബിലിറ്റി ആണെന്നുള്ളത് ഓർക്കട്ടോ. മറ്റേത് എന്താണ്? നൈബറിംഗ് ഇതിലേക്കാണ് കണക്ഷൻ, അതായത് നൈബേഴ്സിന്റെ അടുത്തേക്കാണ് ആർക്കുള്ളത്? ഡിസ്റ്റൻസ് വെക്ടറിലുള്ളത്. ഓക്കെ, ഇവിടെ അങ്ങനെ അല്ല, ഇത് എന്താണ്? ഫാസ്റ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയത്. ലിങ്ക് സ്റ്റേറ്റ് യൂസ് ചെയ്യുന്ന അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഡിജക്സ്ട്രാസ് അൽഗോരിതം. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോട്ടോകോൾ ഓപ്പറേറ്റ്സ് ട്രാൻസ്പോർട്ട് ലെയർ ഓയിസ്? ട്രാൻസ്പോർട്ട് ലെയറിൽ വർക്ക് ചെയ്യുന്നത് ഏതാണ്? ഇന്റർനെറ്റ് ആണോ IP ആണോ? ഇന്റർനെറ്റ് എവിടെയാണ്? ഡാറ്റ ലിങ്ക് ആണ് IP. നമ്മുടെ IP ARP എവിടെയാണ്? നമ്മുടെ നെറ്റ്വർക്ക് ലെയറിലാണ്. അപ്പോൾ വേറെ ആരാളുള്ളത്? TCP ആണ്. ഓക്കെ, TCP ആണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, TCP. Then which of the following protocol provides connectionless communication? Connectionless ഏതാണ്? കണക്ഷൻ UDP ആണോ? TCP ആണോ? SCTP ആണോ? FTP ആണോ? കണക്ഷൻലെസ് എന്ന് പറയുന്നത്. ഓക്കെ, കണക്ഷൻലെസ് എന്ന് പറഞ്ഞാൽ UDP ആണ്, കണക്ഷൻ ഓറിയന്റഡ് ആണ് TCP എന്ന് പറയുന്നതും. ഓക്കെ, TCP കണക്ഷൻ ഓറിയന്റഡ്, SCTP is a combination of UDP and TCP ആണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, then which of the following statement about correct? TCP ആയിട്ട് കറക്റ്റ്. TCP is a connectionless protocol. TCP is a reliable protocol. TCP faster than UDP. TCP operate network layer. അപ്പോൾ TCP operate നെറ്റ്വർക്ക് ലെയർ എന്നുള്ളത് തെറ്റാണ്. TCP കണക്ഷൻലെസ് അല്ല എന്നുള്ളത് തെറ്റാണ്. TCP നമ്മൾ കണക്ഷൻ ഓറിയന്റഡ് ആണെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. കണക്ഷൻ ഓറിയന്റഡ് ആണ്. അപ്പൊ അത് രണ്ടും തെറ്റാണ്. പിന്നെ എന്താ? റിലയബിൾ ആണ്. ഓക്കെ, റിലയബിൾ ആണോ ഫാസ്റ്റർ ആണോ എന്നുള്ളത്? റിലയബിൾ പ്രോട്ടോകോൾ ആണ്, ഫാസ്റ്റർ അല്ല, റിലയബിൾ ആണ്. ഓക്കെ, TCP റിലയബിൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഇതെന്താ? TCP അല്ല ഫാസ്റ്റർ, UDP ആണ് ഫാസ്റ്റർ എന്നുള്ളത് ഓർത്ത്. Then which of the following is main function of transport layer? Transport layer എന്താ? റൗട്ടിംഗ് അല്ല, ഡാറ്റ എൻക്രിപ്ഷൻ അല്ല, പാക്കറ്റ് അസംബ്ലി അല്ല, എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ്, ആൻഡ് എറർ റിക്കവറി. എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ എന്താണ്? ട്രാൻസ്പോർട്ട് ലെയറിൽ എപ്പോഴും ചോദിക്കുന്നതാണ് എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്, ആൻഡ് എറർ റിക്കവറി. Then TCP connection establishment, which of the following is first step? First step എന്താണ്? ഇതൊക്കെ എന്താണ്? TCPയിലുള്ള നമ്മളെ ഇതാണ് 6 ബിറ്റ് ആണ്. സിങ്ക്രണൈസേഷൻ ബിറ്റ് ഉണ്ട്, അക്നോളജ്മെന്റ് ബിറ്റ് ഉണ്ട്, ഫൈനൽ ബിറ്റ് ഉണ്ട്, റീസെറ്റ് ബിറ്റ് ഉണ്ട്, അർജന്റ് ബിറ്റ് ഉണ്ട്, പോയിന്റേഴ്സ്. അതിലേതാണ്? സിങ്ക് ആണ്, സിങ്ക്രണൈസേഷൻ ആണ് ഫസ്റ്റ് നമ്മൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റിന് യൂസ് ചെയ്യുന്ന ബിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ACK ആണ്, അക്നോളജ്മെന്റ് ആണോ അല്ലെ ഡാറ്റ ആണോ എന്ന് പറയാനാണ് ACK ബിറ്റ്. ഇത് ഫൈനൽ ഏതാണ്? ഡാറ്റ ആണോ എന്ന് പറയാനാണ് ഇത് റീസെറ്റ് ആണ്. ദെൻ അർജന്റ് പോയിന്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്താണ് അതൊക്കെ, പോയിന്റേഴ്സിനെ കുറിച്ചിട്ടൊക്കെ. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് പ്രസന്റേഷൻ ലെയർ ഇൻ ദി OSI മോഡൽ ഏതാണ്? പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ആണ്. എന്നിട്ടാണ് കംപ്രഷനും ഡീകംപ്രഷൻ വരെ. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. ഡാറ്റ പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കോമൺ ആയത്, ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള കാര്യം നോക്കണം. ഓക്കെ, അതായത് ഡാറ്റ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ. ഏത് ഫോർമാറ്റിലാണ് ഡാറ്റ പാസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതൊരു പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. PSC ഒക്കെ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് ഫോർമാറ്റിലാണ് എന്നുള്ളതാണ്. JPEG ഫോർമാറ്റിലാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, JPEG ഫോർമാറ്റിലാണ് ഇമേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. MPEG ഫോർമാറ്റിൽ വീഡിയോയും ടെക്സ്റ്റ് ആസ്കിയിലും ആണെന്നുള്ളത്. ഇമേജസ് ചെയ്യുന്നത് ഏതാണ്? ഇമേജസ് ഏതാണ്? JPEG-ലാണ്. ദെൻ അടുത്തത് എന്താണ്? MPEG-ലാണ് വീഡിയോ, ആസ്കിയിലാണ് ടെക്സ്റ്റ്, ആസ്കിയിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇവിടെ JPEG ആണ്. ഏത്? ഡാറ്റ എന്നത് നമ്മൾ ഡാറ്റ ഫോർമാറ്റ് എന്നുള്ളതാണ് ചോദിച്ചത്. ഡാറ്റയിൽ ഇമേജ് വരും, വീഡിയോ വരും, എല്ലാം വരും. ഓക്കെ,
Which of the following protocol operates presentation layer? Which of the following protocol operates the presentation layer? ഏത് പ്രോട്ടോകോൾ ആണ് presentation ലെയറിൽ SSL-ഉം TLS-ഉം ഓക്കെ SSL-ഉം TLS-ഉം ഓക്കെ സെക്യൂർഡ് സോക്കറ്റ് ലെയർ ആൻഡ് ട്രാൻസ്പോർട്ട് ലെയർ സെക്യൂരിറ്റി ആണ് എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ SSL ആൻഡ് TLS ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഈ പ്രോട്ടോകോളിനെ കുറിച്ചൊക്കെ വീഡിയോ ഒക്കെ എന്തായാലും കാണണം കേട്ടോ അങ്ങനത്തെ ക്വസ്റ്റ്യനെ വരുള്ളൂ ഓക്കെ Then next, which of the protocol is used by RMI? RMI, okay, remote method invocation. RMI communication between objects. ഏതാണ് RMI communication? Okay, ഏതാണ് TCP/IP ആണെന്നുള്ളത് ഓർക്കുക കേട്ടോ TCP/IP. TCP/IP ആണെന്നുള്ളത് ഓർത്ത് വെക്കുക TCP/IP. Okay, RMI, remote method invocation. Then in RMI, which method is used to locate the remote object? ഏത് മെത്തേഡ് ആണ് ലൊക്കേറ്റ് റിമോട്ട് ഒബ്ജക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ ലുക്കപ്പ് ആണ് ലുക്കപ്പ് എന്ന് പറയുന്ന മെത്തേഡാണ് ഈ 4 മെത്തേഡ് ഒന്ന് പഠിച്ചെക്കണം ഈ 4 മെത്തേഡിന്റെ യൂസ് ആണ് ബൈൻഡ് എന്ന് പറയുന്ന യൂസ് ബൈൻഡ് എന്ന് രജിസ്റ്റേഴ്സ് എ റിമോട്ട് ഒബ്ജക്ട് വിത്ത് നെയിം ഇൻ RMI രജിസ്റ്റർ RMI രജിസ്റ്ററിലേക്ക് ഓക്കെ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നതാണ് ദെൻ ഇത് നമ്മൾ പറഞ്ഞു ലൊക്കേറ്റ് ചെയ്യുന്നതാണ് ദെൻ രജിസ്റ്റർ അസോസിയേറ്റ് എ റിമോട്ട് ഒബ്ജക്ട് വിത്ത് സ്പെസിഫിക് നെയിം ഇൻ എ രജിസ്ട്രി ദെൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ബിറ്റ്വീൻ ക്ലയന്റ് ആൻഡ് റിമോട്ട് ഒബ്ജക്ട് ഇതിന്റെ ഫംഗ്ഷൻസ് ഓർത്ത് വെക്കണം ചോദിക്കും കേട്ടോ ഫംഗ്ഷൻസ് ഓർത്ത് വെക്കണം ഓക്കെ ദെൻ ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ് കേബറോസ് ആണ് കേബറോസ് എന്ന് പറഞ്ഞാൽ ഓതന്റിക്കേഷൻ പ്രോട്ടോകോൾ ആണ് അതിനൊക്കെ ഓർത്ത് വെക്കണേ ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് എ വാലിഡ് DNS query ടൈപ്പ് ഡൈനാമിക് query ആണ് ഓക്കെ റിക്കർസീവ് query ഉണ്ട് ഇറ്ററേറ്റീവ് query ഉണ്ട് നോൺ റിക്കർസീവ് query ഉണ്ട് ഡൈനാമിക് query എന്ന് പറയുന്നത് വാലിഡ് query അല്ല ഡൈനാമിക് query അല്ല ഓർത്ത് വെക്കണേ ഓക്കെ Then HTTP is less protocol. Stateful ആണോ stateless ആണോ HTTP എന്ന് പറയുന്നത് stateless protocol ആണ് HTTP എന്ന് പറഞ്ഞാൽ എന്താണ് stateless ആണ് എന്നുള്ളത് ഓർക്കുക stateful അല്ല stateless ആണ് HTTP stateless ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് stateful ആൻഡ് stateless എന്നുള്ളത് ഓക്കെ നോ സെർവർ സൈഡ് സ്റ്റേറ്റ് ട്രാക്കിംഗ് ഓക്കെ എന്താണ് അതിന്റെ ഡിഫറൻസ് എന്നുള്ളത് stateless അപ്പൊ ഇതില് പിന്നെ ഏതാണ് അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ കാര്യങ്ങൾ സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ്ലെസ് ഒക്കെ നമുക്ക് പഠിച്ച കാര്യങ്ങളാണ് എന്താണെന്നുള്ളത് അപ്പൊ എക്സാമ്പിൾസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും പ്രോട്ടോകോൾ ആണ് സ്റ്റേറ്റ് ലെസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത് HTTP DNS UDP SMTP ICMP ഓക്കെ ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ് ലെസ് ആണ് കേട്ടോ സ്റ്റേറ്റ് ലെസ് അപ്പൊ HTTP എപ്പോഴും ചോദിക്കലുണ്ട് സ്റ്റേറ്റ് ലെസ് കഴിഞ്ഞ പ്രോഗ്രാമറിലും ചോദിച്ചിരുന്നു സ്റ്റേറ്റ് ലെസ് ആണ് DNS UDP SNMP ICMP ഒക്കെ ഓക്കെ ദെൻ സ്റ്റേറ്റ് ഫുൾ ഏതാണ് FTP അതുപോലെ തന്നെ ടെൽനെറ്റ് പിന്നെ ദെൻ SSH SMTP POP3 ഇതിന്റെ ഫുൾ ഫോം ഒക്കെ നോക്കി IMAP ഡാറ്റാബേസ് പ്രോട്ടോകോൾസ് SQL over TCP ഇതൊക്കെ എന്താണ് സ്റ്റേറ്റ് ഫുൾ ആൻഡ് സ്റ്റേറ്റ്ലെസ് ആണ് അപ്പൊ ഇതെന്തായാലും നിങ്ങൾ പഠിക്കണം ഇത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പ്രോഗ്രാമർ ചോദിച്ചിട്ടുണ്ട് ഓർത്ത് വെക്കട്ടോ ഒന്നുകൂടി നോക്കാം FTP ടെൽനെറ്റ് SSH then SSH SMTP അതുപോലെ തന്നെ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വിത്ത് സെഷൻസ് SMTP നമ്മുടെ മെയിൽ ദെൻ POP3 IMAP ഇത് മെയിലിന്റെ എല്ലാം നിങ്ങൾക്ക് അറിയാം ഏതിലാണെന്നുള്ളത് സ്റ്റേറ്റ്ലെസ് അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക സ്റ്റേറ്റ്ഫുൾ പഠിക്കുക സ്റ്റേറ്റ്ഫുൾ HTTP DNS UDP ഒക്കെ അപ്പം ഇവിടെ സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റേറ്റിന് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല സ്റ്റേറ്റ് ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കാതെ എന്ത് ചെയ്യുന്നു അതിനെ എന്താണ് പ്രോസസ് ചെയ്യുന്നതാണ് എന്ത് ഇൻഫർമേഷൻസ് ഒന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതാണ് സ്റ്റേറ്റ്ലെസിനെ കൊണ്ട് മീൻ ചെയ്യുന്നത് സ്റ്റേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് സ്റ്റേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു അതിന്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു സ്റ്റോർ ചെയ്തിട്ടാണ് ബാക്കി പ്രോസസ്സുകൾ നടക്കുന്നത് അതാണ് അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബേസിക് ഡിഫറൻസ് അത് നിങ്ങൾക്ക് അറിയുന്നതാണ് പണ്ട് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് സ്റ്റേറ്റ്ലെസ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നോക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നല്ലോണം ഫോക്കസ് ചെയ്യാം പ്രോബ്ലം ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കേണ്ടത് ഞാനൊന്നിവിടെ എഴുതി തരാം ഏതൊക്കെയാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്നുള്ളത് മെജോറിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പിന്നെ ഇത് നമ്മുടെ ഡിസ്കസ് ചെയ്ത ഷാനോൺ അല്ലെങ്കിൽ നിക്വസ്റ്റ് ഫിസിക്കൽ ലെയറിലാണെങ്കിൽ ഒന്നെങ്കിൽ ഷാനോൺ അല്ലെങ്കിൽ നിക്വസ്റ്റ് ക്വസ്റ്റ്യൻ അതൊന്ന് ജസ്റ്റ് നോക്കാം അധികം ഷാനോണോ ഇപ്പൊ ചോദിക്കാനുള്ള ചാൻസ് അതായത് നോയ്സ്ലെസ് നോയ്സ് ഓക്കെ നോയ്സ്ലെസ് നോയ്സ് നമ്മളെ എന്താ പറയാ നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു 2 ഇൻറ്റു ബാൻഡ് വിഡ്ത്ത് ഇൻറ്റു ലോഗ് 2L എന്നൊക്കെ പറയുന്ന ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്
അത് അതിന് ഫിസിക്കൽ ലെയർ നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, രണ്ടാമത്തത് ഡാറ്റ ലിങ്ക് ലെയർ എന്നാണ്. ഡാറ്റ ലിങ്ക് ലെയറിന് നിങ്ങൾ എന്തായാലും ഒരു പ്രോബ്ലം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. ഡാറ്റ ലിങ്ക് ലെയറിന് അധികവും മെജോറിറ്റി, അതായത് ഒരു 70% ചാൻസ് എന്ന് പറഞ്ഞാൽ CRCക്ക് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹാമിംഗ് കോഡിന് ചാൻസ് ഉണ്ട്. ഹാമിംഗ് കോഡിന് ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് എന്തിന് ചാൻസ് ഉണ്ട്? നമ്മളെ വിൻഡോ സൈസ് കാണാൻ, വിൻഡോ സൈസ് കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഞാൻ തന്നിട്ടുണ്ട്. വിൻഡോ സൈസ് കാണാനുള്ള ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അതൊരു 50% ചാൻസ് അതിനും കണ്ടോളൂ. പിന്നെ ഒരു ബിലോ 50% ചാൻസ് എന്തിനുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇത് സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോൾ, അതൊന്ന് ചോദിക്കാം. സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന്റെ ക്വസ്റ്റ്യൻ, പ്രോബ്ലം ക്വസ്റ്റ്യൻ. ഓക്കെ, ഏറ്റവും കൂടുതൽ ചാൻസ് ഇതിനാണ് ഓർക്കുക. ഞാൻ ഒരു അനലൈസിസ് ഇത് പറയാട്ടോ. വിൻഡോ സൈസ് ഉള്ളത് പിന്നെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. വിൻഡോ സൈസിനുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇതിനാണ്. പിന്നെ ഇതിൽ ചോദിക്കാനുള്ളത് പിന്നെ മിനിമം ഡിസ്റ്റൻസ്, അതായത് ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് നമ്മുടെ ഹഫ്മാൻ കോഡിങ്, പിന്നെ സോറി ഹാമിംഗ് കോഡിങ് അല്ല, ഹാമിംഗ് കോഡിങ്. പിന്നെ നമുക്ക് നമ്മളെ എന്താണ് നമ്മളെ എറർ ഡിറ്റക്ഷൻ. ഓക്കെ, അത് ചിലപ്പോ ചോദിക്കും. അതായത് ഹാമിംഗ് ഡിസ്റ്റൻസ് ചോദിക്കും. ഹാമിംഗ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ എറർ ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. ഓക്കെ, ഒരാളുള്ള ഡിറ്റക്ഷൻ ആൻഡ് കറക്ഷൻ. അപ്പൊ മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ് ഡീമിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് നമ്മുടെ ഡീമിൻ 2t-1 ആണെന്നാണല്ലോ. ഒറ്റ സെക്കൻഡ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അതെ, ഡീമിൻ എന്ന് പറഞ്ഞാൽ 2t-1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് എപ്പോഴും ചോദിക്കുന്ന മിനിമം ഡിസ്റ്റൻസ് കാണാനുള്ള മിനിമം നമ്പർ ഓഫ് ഡിസ്റ്റൻസ്. ഇതിൽ നോക്കാം. ഇതിൽ നമുക്ക് 2t എന്ന് പറയാം. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ TC എന്ന് പറയുന്നു. TC എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് കറക്റ്റബിൾ എറേഴ്സ് ആണ്. മിനിമം നമ്പർ ഓഫ് കറക്റ്റബിൾ എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഡീമിൻ എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കണം. ഡീമിൻ -1/2 ആണ്. ഓക്കെ, കറക്റ്റബിൾ TC. ഇനി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന എറേഴ്സിന്റെ എണ്ണം TD. ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന എറേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഡീമിൻ -1 ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്പർ എന്താ ഡിറ്റക്ട് ചെയ്യുന്നു, അതിന്റെ പകുതി വരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിറ്റക്ട് ചെയ്യുന്നതിന്റെ പകുതിയെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡീമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനിമം ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഹാമിംഗ് മിനിമം ഡിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ ഞാനൊരു 0 0 0 0 എന്ന് കൊടുത്തു. 0 0 1 1 0 0 1 ഓക്കെ കൊടുത്തു. ദെൻ ഇവിടെ എന്തെന്നു, ഇവിടെ 0 0, ഇവിടെ 0 0, ഇവിടെ 1 1, ഇവിടെ 0 കൊടുത്തു. ഓക്കെ, ഇത് മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊരു ഡാറ്റ ആണ്, സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് വിചാരിച്ചത്. ഇത് 3 ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓർഡറിലായിരിക്കും ഉണ്ടാവുക. 8 ബിറ്റിന്റെ ഓർഡറിലാണ്. ഞാൻ അതിന് 8 ബിറ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതി. ഇത് നോക്കിക്കുക, ഇവർ തമ്മിൽ എത്ര ചേഞ്ച് ഉണ്ട്? ബിറ്റിൽ ചേഞ്ച് ചെയ്ത് 1 ഇവിടെ ചേഞ്ച് ആയി, 2 ചേഞ്ച് ആയി, 3 ചേഞ്ച്. 3 ഇവിടെ ഡിസ്റ്റൻസ്. ഇവർ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? ഇവർ തമ്മിൽ 1 2 3 4 5 ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഇനി സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, 0 0 0 1 1 1. ഓക്കെ, ഇതാണെങ്കിൽ ഇവർ തമ്മിൽ എന്താണ്? ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ മിനിമം ഡിസ്റ്റൻസ് ഏതാണോ അതാണ് നമ്മുടെ എന്ത് ഹാമിംഗ് എന്ന് പറയും. ഡീമിൻ എന്ന് പറയുന്നത് മിനിമം ഹാമിംഗ് ഡിസ്റ്റൻസ്. ഡീമിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡീമിൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയാണ്? നമുക്ക് 1 ആണ് നമ്മൾ ആൻസർ ആയിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മിനിമം ഡീമിൻ കാണാം. ഡീമിൻ കണ്ടിട്ട് നമുക്ക് എന്താണ് നമ്മളെ ഇക്വേഷൻ ഓർത്ത് വെക്കുക. ഡീമിൻ ഈക്വൽ ടു 2t-1 എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ദെൻ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എറർ ആണ്. എറർ ഡിറ്റക്ഷൻ ഉണ്ട്, കറക്ഷനും ഉണ്ട്. അപ്പൊ ടി നമ്മൾ എങ്ങനെ കാണാം? ടി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡീമിൻ -1 ആണ്. ഇത് എന്താണ്? ഇത് ഡിറ്റക്ട് ചെയ്യുന്ന എറർ ആണ്. ദെൻ കറക്റ്റ് ചെയ്യുന്ന എറർ ഞാൻ TC എന്ന് വേണേൽ വിളിക്കാം. രണ്ടിനെ കറക്റ്റ് ചെയ്യുന്നത് ഇത് ഡിറ്റക്ട് ചെയ്തത് /2 പകുതിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കറക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഓർത്ത് വെക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. ദെൻ ഞാൻ പറഞ്ഞു CRC പറഞ്ഞു. ദെൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിന്ന് നമ്മുടെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ എല്ലാ ഫങ്ഷൻസും സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളും. ഇപ്പൊ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന്റെ ആ ക്വസ്റ്റ്യന് മേ ബി പ്രോബ്ലം വരാനുണ്ടെങ്കിൽ സ്ലൈഡിംഗ് വിൻഡോ പ്രോട്ടോകോളിന്റെ സൈസ് ആണ് മാക്സിമം സൈസ് ആണെങ്കിൽ 2m ഓക്കെ -1ഉം. ഇനി സെലക്ടീവ് റിപ്പീറ്റിന്റെ സൈസ് ആണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 2m-1 2m-1ഉം. ഇത് വെച്ചിട്ട് ചിലപ്പോൾ ഒരു പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ വളരെ റയർ പോസിബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് പ്രോബ്ലം ഇവിടുന്ന് ചോദിക്കുന്നത് ഇല്ല. ഓക്കെ,
അലോഹന്റെ പ്രോബ്ലം ഒന്നും അങ്ങനെ ചോദിക്കില്ല, അത് നെറ്റ് ഗേറ്റ് ലെവലാണ്. അലോഹ പ്രോബ്ലംസ് ഒക്കെ നെറ്റ് ഗേറ്റ് ലെവലാണ്. ദെൻ ചോദിക്കുന്നത് നമ്മള് നമ്മളെ റൗണ്ട് ട്രിപ്പ്, പ്രൊപ്പഗേഷൻ ഡിലേ അതിന്റെ റൗണ്ട് ട്രിപ്പ്, അത് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രൊപ്പഗേഷൻ ഡിലേ റൗണ്ട് ട്രിപ്പ് ടൈം, ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കണേ. റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ആർ ടി ടി ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ അറിയാം, 2 ഇൻറ്റു പ്രൊപ്പഗേഷൻ